തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് 5 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ തിരുപുറം മേജർ ശ്രീ മഹാദേവ ക്ഷേത്രം. ത്രിപുരങ്ങൾ ദഹിപ്പിച്ച ശേഷം ത്രിലോചനൻ എത്തിയ ഇടമെന്ന ഐതിഹ്യപ്പെരുമയുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ത്രയലിംഗം എന്നാണ് അറിയപ്പെടുന്നത്. അസുരനായ ത്രിപുരാസുരനെ നിഗ്രഹിച്ച ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഇടമായതിനാലാണ് ഈ ദേശത്തിന് തിരുപുറം എന്ന പേര് ലഭിച്ചത്. ഭഗവാന്റെ ഉഗ്രമായ സ്വയംഭൂ ചൈതന്യത്തെ 3 ശിവലിംഗങ്ങളായി വിഭജിച്ച് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിനുള്ളിൽ 3 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വിശാലമായ ക്ഷേത്രക്കുളം, കൊടിമരം, അസാധാരണമാം വിധം നീളമുള്ള പ്രവേശന കവാടം എന്നിവ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഉത്സവ ദിവസങ്ങളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ വിശേഷാൽ അഭിഷേകം, ഗണപതി ഹോമം, ദീപാരാധന, പുഷ്പാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ നടക്കും. ഇതിനോടനുബന്ധിച്ച് ആനപ്പുറത്തെഴുന്നള്ളത്ത്, നാരായണീയ പാരായണം, ആധ്യാത്മിക പ്രഭാഷണം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചകളിലും പ്രദോഷ ശനിയാഴ്ചകളും ഏറെ പ്രാധാന്യത്തോടെ കൊണ്ടാടുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഉത്സവ നാളുകളിൽ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജന പ്രവാഹവും ഉണ്ടാകാറുണ്ട്. ശിവരാത്രി എന്നാൽ ശിവൻ്റെ രാത്രി എന്നു മാത്രമല്ല, ശിവമായ രാത്രി എന്നു കൂടി അർത്ഥമുണ്ട്. ശിവം എന്നാൽ മംഗളം എന്നർത്ഥമാക്കുന്നു. അതുകൊണ്ട് ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നു കൂടിയാണ് അർത്ഥം. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തമായ കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രി എന്ന ഐതിഹ്യം. അങ്ങനെ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, മംഗളം നൽകുക കൂടി ചെയ്തു പരമശിവൻ. അങ്ങനെ ശിവരാത്രി എന്ന വാക്കിന് മംഗളരാത്രി എന്ന അർത്ഥം പ്രസക്തമാകുന്നു. ശിവോഹം എന്നാണ് ശൈവ തത്വചിന്തയുടെ കാതൽ. ശിവനും ഞാനും ഒന്നു തന്നെ എന്ന അദ്വൈത ചിന്ത തന്നെയാണത്. അതുകൊണ്ട് ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ നാം ഓരോരുത്തരും സ്വയം തയ്യാറാകണമെന്ന സന്ദേശം കൂടി ശിവരാത്രി മുന്നോട്ട് വയ്ക്കുന്നു. മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത്. ശിവപുരാണം, ലിംഗപുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിൽ ശിവരാത്രി എന്ന ദിവസത്തിൻ്റെ ഐതിഹ്യങ്ങളും ശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യവുമൊക്കെ വിശദമായി പറയുന്നു. മാഘമാസം തുടങ്ങിയതിന് ശേഷം ഫാൽഗുനമാസം തുടങ്ങുന്നതിന് മുൻപ് വരുന്ന കറുത്തപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഈ വ്രതം ഇഹലോകത്ത് ഭുക്തി എന്ന സർവ്വ സൗഭാഗ്യങ്ങളും തരുന്നു. ഇതിനു പുറമെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമായ മുക്തിയും തരുന്നു എന്നും പുരാണങ്ങൾ വിശദീകരിക്കുന്നു. പണ്ട് ദേവാസുരന്മാർ ചേർന്ന് അമൃതനായി പാലാഴി കഴഞ്ഞപ്പോൾ ഉയർന്നു വന്ന ലോകനാശകരമായ കാളകൂടം എന്ന വിഷം ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങിയെന്നും അത് പാനം ചെയ്തപ്പോൾ പാർവതീദേവി ഭർത്താവിൻ്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ച് ആ രാത്രി മുഴുവൻ ഉറക്കമിളച്ചു പ്രാർത്ഥിച്ചുവെന്നുമാണ് ഐതിഹ്യം. അങ്ങനെ പാർവതി രാത്രി മുഴുവൻ ഉറക്കമുളച്ച് പരമേശ്വരനെ പ്രാർത്ഥിച്ച ദിവസമായതിനാൽ ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ ഉറക്കമുളച്ച് പ്രാർത്ഥിച്ചാൽ ശിവപ്രീതി ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. ഏതായാലും ശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഉറക്കമിളച്ച് ശിവഭജനം നടത്തുന്നതും ഏറെ പുണ്യദായകമാണ്. പ്രപഞ്ചനാഥനായ ശിവൻ്റെ അനുഗ്രഹം ഇതിലൂടെ ഉണ്ടാകുമെന്നും പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നു.